ഫ്രഞ്ച് തത്വചിന്തകരായ റാൻസിയർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുകയും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ അർത്ഥതലം കണ്ടെത്തുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലുള്ള വലിയൊരു ജനാധിപത്യ പ്രക്രിയയായിരുന്നു. ഒരുപക്ഷെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇന്നേവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത, വികസ്വര രാജ്യങ്ങൾ ഇന്നേവരെ അവരുടെ രീതിശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത പങ്കാളിത്തത്തോടു കൂടിയുള്ള, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ദാരിദ്ര്യ ലഘൂകരണ ശ്രമമാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതാണ് യഥാർത്ഥത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നതാണ്. ഇതിൻ്റെ എൻഡ് റിസൾട്ടിൽ നമ്മളടക്കം ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. അതിദരിദ്രരായ മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ചില മനുഷ്യരൊക്കെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലുണ്ട്. 1, 2, 3 ഒരുപക്ഷെ 100, 110 ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ കണ്ടെത്തുകയും ചെയ്യും, നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. സർക്കാരിന് ചെയ്യാനുള്ളത് ചെയ്തു, ഇനി നമ്മൾ കൂടി ചെയ്യുക, അവരെ കണ്ടെത്തുക, ഈ പട്ടികയിലേക്ക് കൊണ്ടുവരിക, സർക്കാർ ഇത് തുടരുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ വിൽ. സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണെങ്കിലും ശരി, ഇവിടെ ഭൂമിയുടെ കാര്യത്തിലുള്ള വിതരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ശരി, അതാത് ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്ന മാറ്റങ്ങൾ കേരളത്തിൽ വലിയ സാമൂഹിക ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അഥവാ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. രണ്ടാമത്തത്, ഇതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് പറയണം. 3, ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന സംശയങ്ങളിൽ ചിലതെങ്കിലും ദൂരീകരിക്കപ്പെടുകയും വേണം. 4, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അത് വരും സർക്കാരുകൾ കൂടി ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി നടപ്പിലാക്കേണ്ട ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൂടിയുണ്ട്. വളരെ എളുപ്പത്തിൽ ഞാനിത് പറഞ്ഞു പോകാം. ഇനി രീതിശാസ്ത്രത്തിലേക്ക് വന്നാൽ, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കണ്ടെത്തിയിരുന്നത്? അതിന് പലവിധ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. പല മാനകങ്ങൾ, പല ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു, പല രീതിശാസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. 1980കളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് അലൂ കമ്മിറ്റിയൊക്കെ കണ്ടെത്തിയിരുന്നത് പോലെ അന്ന് കാലറിയുടെ അടിസ്ഥാനത്തിൽ നഗരങ്ങളിലുള്ളവർ ഇത്ര കാലറി, ഗ്രാമങ്ങളിലുള്ളവർ ഇത്ര കാലറി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവർ പട്ടിണിയുള്ള മനുഷ്യരാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് നഗരങ്ങളിലേക്ക് വന്നാൽ 2100 കാലറി ഉണ്ടാവണം, അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അത് 2400 കാലറി ആയിട്ട് മാറണം. ഇതായിരുന്നു അന്നത്തെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ അതിലൊരുപാട് അശാസ്ത്രീയത ഉണ്ടാവുകയും അതിൻ്റെ കൂടെ മാനവ വിഭവ സൂചകങ്ങൾ കൂടി വരണം എന്നുകൂടി നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. വളരെ കൃത്യമായ കെട്ടുറപ്പോടുകൂടിയ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയും ഐക്യരാഷ്ട്ര സംഘടനയുടെ UNDPയും ചേർന്ന് 2010 പുറത്തിറക്കിയ MPI എന്ന് പറയുന്ന മൾട്ടി ലെവൽ ഈ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. ഈ GMPI പ്രകാരമാണ് യഥാർത്ഥത്തിൽ 10 മാനകങ്ങളാണ് അതിലുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമുണ്ട്, വരുമാനമുണ്ട്, വാസസ്ഥലമുണ്ട്, ഒപ്പം ആരോഗ്യമുണ്ട്. ഇതടക്കമുള്ള ഘടകങ്ങൾ അടക്കിയ 10 മാനകങ്ങൾ ഉപയോഗിച്ചാണ് ലോകരാജ്യങ്ങളുടെ പട്ടിണി, ദാരിദ്ര്യത്തെക്കുറിച്ച് UNDPയും ഓക്സ്ഫോർഡ് സർവകലാശാലയും പഠനങ്ങൾ നടത്തുന്നത്. അതുപ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയാമോ സുജയ? അതാണ് കൗതുകകരമായ കാര്യം. ഇന്ത്യയിൽ 2024 GMPI റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ പട്ടിണി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. 2021 ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 16% നമുക്കിത് കുറയ്ക്കാൻ സാധിച്ചു. 55% നിന്ന് 16% കുറയ്ക്കുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന കണക്കാണ്. ലോകബാങ്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒടുവിലത്തെ കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ലോകത്തെ ഏറ്റവും ദരിദ്രമുള്ള 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും ദരിദ്രമുള്ള 5 രാജ്യങ്ങളിൽ ഇന്ത്യയാണ്. അതിലൊന്ന് പാകിസ്ഥാനാണ്, ഒന്ന് നൈജീരിയയാണ്, ഒന്ന് കോങ്കോയാണ്, ഒന്ന് എത്യോപ്യയാണ്. അത് കഴിഞ്ഞാൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ GMPI ഇൻഡെക്സ് പ്രകാരം, ഈ MPI പോവർട്ടി ഇൻഡെക്സ് പ്രകാരം കണ്ടെത്തിയിരിക്കുന്നത് അതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആ ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള, കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ വലുതായിരിക്കുമല്ലോ, സ്വാഭാവികമായും അവിടെ ജനസംഖ്യയിൽ വലിയ ഒരു വിഭാഗം പട്ടിണിയിലാവും. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. 34 കോടി UPA കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് 7 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം വരുത്തുമ്പോഴും നമ്മുടെ രാജ്യം അങ്ങനെ നിൽക്കുന്നത്. ചൈന വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ചൈനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചൈന ഇതേ MPI ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ദാരിദ്ര്യ നിർമ്മാർജ്ജന രാഹുൽ ഗാന്ധിയുടെ അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ദരിദ്രമുള്ള 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് എന്ന വസ്തുത വളരെ ഖേദകരമാണ്. അത് നമുക്ക് മുന്നേറാൻ പറ്റും, മുന്നേറിയിട്ടുണ്ട്. 55% നിന്ന് കുറച്ചു എന്നുള്ളത് ചെറിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയിൽ അതിദാരിദ്ര്യമുക്തരായ ഒരു സംസ്ഥാനം വരുന്നു എന്ന് പറയുന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. അത് വലിയ പ്രാധാന്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ലോകം ഇത് അറിയണമെന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചിരിക്കുന്നത്? പൊടുന്നതിന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇതാണോ നടപ്പിലാക്കിയത്?
ഇവിടെയാണ് കൃത്യമായി മാധ്യമപ്രവർത്തകരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് 2021 അന്ന് ഗോവിന്ദ മാഷ് തദ്ദേശ വകുപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് കില, എനിക്ക് നേരിട്ടറിയാം, ഞാൻ അന്ന് ആ സമയത്ത് അക്കാഡമിക്സുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. കിലയുടെ ഒരു കൈപ്പുസ്തകമുണ്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെ കുറിച്ച്, ആ പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം എങ്ങനെയാണ്, എന്തായിരിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ്, എന്തായിരിക്കണം അതിൻ്റെ മാനകങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുന്ന 72 പേജുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിൽ എന്താണ് ഉപയോഗിക്കുന്ന മാനകങ്ങൾ. ഇതൊന്നും അറിയാതെയാണ് പ്രതിപക്ഷവും ചില വിദഗ്ധരും ഈ അഭിപ്രായം പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ വിദഗ്ധരെ വില കുറച്ച് കാണുന്നില്ല, പക്ഷേ കില വളരെ കൃത്യമായി ആ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം വളരെ വേഗത്തിൽ പറയും. ഇത് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് കണ്ടെത്തുന്നത്, എന്തായിരുന്നു ഇൻഡിക്കേറ്റർ എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ MPയിലെ 4 പ്രധാനപ്പെട്ട മാനകങ്ങൾ എടുത്തു. അതിലൊന്ന് ആഹാരം, മറ്റൊന്ന് വാസസ്ഥലം, മറ്റൊന്ന് വരുമാനം, പിന്നൊന്ന് ആരോഗ്യം. ഈ 4 ഘടകങ്ങൾ എടുത്തിട്ട് ഈ 4 ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ക്ലേശതകൾ അനുഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കോഡുകൾ തയ്യാറാക്കി. ഒന്ന് റെഡ് കോഡും ഒന്ന് ഓറഞ്ച് കോഡും എന്ന തരത്തിൽ കണക്കാക്കി. എന്ന് പറഞ്ഞാൽ ക്ലേശ ഘടകങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിതീവ്ര ക്ലേശമുണ്ടോ, എങ്ങനെയാണ് തീരുമാനിക്കുക? സ്വന്തമായോ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ചിലപ്പോൾ ഒരു വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞക്കാർഡുള്ള ഒരാളുണ്ടാവും. മഞ്ഞക്കാർഡുള്ള ഒരാൾക്ക് പക്ഷേ ആ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ വയ്യാത്ത തലത്തിൽ അയാൾക്ക് എന്തായിരിക്കും, അയാൾക്ക് അനാരോഗ്യമുണ്ടാവും, അയാൾക്ക് രോഗം ബാധിച്ച് കിടപ്പ് രോഗിയായിരിക്കും അയാൾക്ക് ആര് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക? അയാൾക്ക് മഞ്ഞക്കാർഡുണ്ട്, പക്ഷേ അവിടെ അയാൾ എന്താ അനുഭവിക്കുന്നത്? അയാൾ തീവ്ര ക്ലേശത്തിലല്ല, അതിതീവ്ര ക്ലേശ ഘടകമാണത്. അങ്ങനെ വന്നാൽ അത് റെഡ് കോഡ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് പട്ടികയിൽ വരും? AY കാർഡ് ഉണ്ടായിട്ടും അയാൾ അതിതീവ്ര പട്ടികയിൽ വരും, അതിദരിദ്രരുടെ പട്ടികയിൽ അയാൾ വരും. ഇങ്ങനെയാണ് അത് കണക്ക് കൂട്ടുന്നത്. ഇനി അങ്ങനെയല്ല എങ്കിൽ എന്ത് കരുതുക? ഒരു റെഡ് കോഡും 2 ഓറഞ്ച് കോഡും ഉണ്ടാവുക. അഥവാ ഒരു അതിതീവ്ര ക്ലേശ ഘടകവും 2 തീവ്ര ക്ലേശ ഘടകങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വരും. ഇപ്പോൾ ഞാൻ ആഹാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുരുതരമായ രോഗം ബാധിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പരാശ്രയത്തോടു കൂടി നിൽക്കുന്ന മനുഷ്യരുണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയറിനോടൊപ്പം തന്നെ ഈ പറയുന്ന AYയുടെ ഭക്ഷ്യധാന്യങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, അത് പാചകം ചെയ്ത് കൊടുക്കണം, അതവർക്ക് ഭക്ഷണം കഴിക്കത്തക്ക രീതിയിൽ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി പാചകം ചെയ്ത ഭക്ഷണം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലെ അതിതീവ്ര ക്ലേശ ഘടകമാണ്. ഇനി വരുമാനത്തിൻ്റെ കാര്യത്തിലോ, ഇപ്പോൾ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മാത്രമുള്ള വരുമാനമില്ലാത്ത കുടുംബം, സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാര്യം 62 ലക്ഷം ആളുകൾക്ക് നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് കൃത്യമായ പെൻഷൻ പട്ടികയുടെ പുറത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഘടകമാണ്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ഈ അതിതീവ്ര ക്ലേശ ഘടകത്തിന്റെ ഭാഗമായിട്ട് വരും. പോരാ, ആ പെൻഷൻ കൊടുത്താലും ഒരു പ്രശ്നമുണ്ട്. ആ പെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയില്ല. 2 പേർക്കും 3000, ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 4000 രൂപ വരുമാനമുണ്ട്, ഗുഡ്. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അവർക്ക് അവരുടെ പ്രായത്തിന് അവശത കാരണം, മക്കൾ നോക്കാത്തത് കാരണം, അഥവാ മക്കളില്ലാത്തത് കാരണം അവർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ AY കാർഡ് ഉള്ളവരാണ്, അവർക്ക് പെൻഷൻ കിട്ടുന്നവരാണ്, പക്ഷേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അവർക്ക് പാലിയേറ്റീവ് കെയർ കൊടുക്കണം, അവർക്ക് പാചകം ഭക്ഷണം ചെയ്തിട്ട് തന്നെ കൊടുക്കണം, അവർക്ക് മറ്റ് ആവശ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അവരുടെ വീട്ടിലേക്ക് ശുദ്ധജല വിതരണം ചിലപ്പോൾ കൊടുത്തു എന്നില്ല, അതവിടെ എത്തിക്കേണ്ടി വരും. ഇങ്ങനെ കണ്ടെത്തുന്ന മനുഷ്യരുണ്ട്. ഒന്നുകിൽ എല്ലാ സ്കീമുകളിൽ നിന്നും പുറത്തു നിൽക്കുന്ന മനുഷ്യർ, ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് എല്ലാ പദ്ധതികളിൽ നിന്നും ഊർന്നുപോയ മനുഷ്യർ, എല്ലാ സർക്കാരിൻ്റെ പ്രോജക്റ്റുകളിൽ നിന്നും അതിൻ്റെ ഗുണഫലം ലഭിക്കാതെ പോയ മനുഷ്യർ. അങ്ങനെ പോയ മനുഷ്യർ ഈ നാട്ടിലുണ്ടോ എന്നുള്ളതായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്. ഇതാണ് അതിൻ്റെ മാനദണ്ഡം. അത് മാനദണ്ഡം ഞാൻ ഇത്രയും സമയമെടുത്ത് വിശദീകരിച്ചത് നമുക്കൊരു അക്കാദമിക് ഫണ്ട് കിട്ടാതെ വരുന്ന ആദിവാസികളോ? അതുകൊണ്ട് എങ്ങനെയാ ആ ഫണ്ട് കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതിതീവ്ര ക്ലേശ ഘടകമാണ്. അതിലേത് ഘടകമാണ്? ഈ ഫണ്ട് മാത്രം കിട്ടാത്തതല്ല, അവർ ഈ പ്രോജക്റ്റിന് പുറത്തു പോയിട്ടുള്ളവരുണ്ടോ, ഈ പ്രോജക്റ്റിന്റെ ഗുണഫലം കിട്ടാത്തവരുണ്ടോ, അതിൽപ്പെട്ട ആളുകളിലാണ് ഈ നേരത്തെ സ്മൃതി പറഞ്ഞ 5% ആളുകൾ, ഏകദേശം 4000-ഓളം ആളുകൾ അതിനകത്ത് പെട്ടിട്ടുണ്ടാവുന്നത്. പക്ഷെ അത്രയും മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും പ്രൊമോട്ടർമാർക്ക് കണ്ടെത്താം, ഈ കുടുംബം അതിതീവ്ര ക്ലേശ ഘടകത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ പട്ടികയിൽ വരും. ഇത് നടന്നിട്ടുണ്ട്, ഈ സൂപ്പർ ചെക്കും ക്രോസ് ചെക്കും നടന്നിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ 35% ആദിവാസികളിൽ പൂർണ്ണമായി ഇത് നടന്നിട്ടില്ല. അല്ല, അത് നമ്മൾ ഇവിടെ ഇരുന്ന് പറയുകയോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിൾ സ്റ്റഡി വെച്ചല്ല. ഇത് സാമ്പിൾ സ്റ്റഡി അല്ല. അതാണ് ഇനി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പിൾ സ്റ്റഡി എന്താ? 10 പേരെ എടുത്തിട്ട് 100 പേരുണ്ടെങ്കിൽ 10 പേരെ എടുത്തിട്ട് ഇതിനകത്ത് ക്ലേശമുണ്ടോ, അങ്ങനെയല്ല ഇത് തീരുമാനിച്ചത്. ഇത് പങ്കാളിത്തമാണ്, പാർട്ടിസിപ്പേഷനാണ്. ക്വാണ്ടിറ്റേറ്റീവ് മാത്രമല്ല, ക്വാളിറ്റേറ്റീവായ സ്റ്റഡി കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റഡി അല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്, പങ്കാളിത്തത്തോടു കൂടിയുള്ള
ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയും. ഓട്ടോറിക്ഷ തൊഴിലാളികളോട് ചോദിച്ചു, നിങ്ങളുടെ പരിസരത്ത് ഇത്രയും അധികം ആളുകൾ ക്ലേശകടം അനുഭവിക്കുന്നവരുണ്ടോ? കുടുംബശ്രീ പ്രവർത്തകരോട് ചോദിക്കുന്നു, വാർഡ് തല സമിതികൾ രൂപീകരിച്ച് ചോദിക്കുന്നു, ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിലുള്ള സാമൂഹിക സമിതികളോട് ചോദിച്ചിട്ടാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ഇവർ പഞ്ചായത്ത് സമിതിയിൽ ആദ്യത്തെ കരട് പട്ടിക തയ്യാറാക്കുന്നു. എത്ര പേര് അതിനകത്ത് ഉപയോഗിച്ചിരുന്നെന്ന് അറിയാമോ? കില 4 ലക്ഷം ആളുകൾക്കാണ് പരിശീലനം കൊടുത്തത്. ഉദ്യോഗസ്ഥരടക്കം, സാമൂഹിക സംഘടനയിൽപ്പെട്ടവർ, പൊതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വാർഡ് മെമ്പർമാരടക്കമുള്ളവർ. അങ്ങനെ അവർ ആദ്യം 1,18,309 പേരെ കണ്ടെത്തുന്നു. അതിൽ നിന്നും അത് വീണ്ടും ഫിൽട്ടർ ചെയ്ത് 87,000 എത്തുന്നു. സൂപ്പർ ചെക്ക് വഴി 73,748 എത്തുന്നു. അതിൽ തന്നെ 4,421 പേർ മരിച്ചുപോയതായിട്ട് അവർ മനസ്സിലാക്കുന്നു. 261 കുടുംബങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയതായി കണ്ടെത്തുന്നു. 47 വ്യക്തികൾ നാടോടികളാണെന്നും അവർ പല പല പഞ്ചായത്തുകളിലാണെന്നും കണ്ടെത്തി അവരെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ 4,729 പേരെ കുറച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ 64,006 കുടുംബങ്ങൾ എന്ന പട്ടികയിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് നടപ്പിലാക്കിയ മിഷൻ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു ഏജൻസി നടപ്പിലാക്കിയ ഏറ്റവും വലിയ പങ്കാളിത്ത പഠനമാണ്. എന്നെ ഒരു അക്കാഡമിക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ആകർഷിച്ചിരിക്കുന്നതിൻ്റെ മെത്തഡോളജിയാണ്. നോക്കൂ, അത് സാമ്പിൾ സർവേയിലല്ല, അതിൻ്റെ പങ്കാളിത്തത്തിലാണ് അതിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏതൊരു പഠനത്തിനും ഒരു മാർജിനൽ എറർ ഉണ്ടാവും. ആ മാർജിനൽ എറർ എന്ന് പറയുന്നത് ഒരു 0.5% ആണെങ്കിൽ അതൊക്കെ ഏത് തീസിസിലും അംഗീകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, തിരിച്ച് നിങ്ങൾ പറയൂ, 1,00,000 ആളുകളുണ്ടെങ്കിൽ അതിൽ 5% ഇത്രയും പേര് പുറത്താണ് എന്ന കണക്ക് നമുക്ക് തിരിച്ചു പറയാനില്ല. നമ്മൾ ആകെ കൊണ്ടുവന്ന ഇന്നത്തെ രണ്ട് കണക്കാണ് നമ്മൾ. പ്രതിപക്ഷമാണല്ലോ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ അവർക്കും ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി എനിക്ക് പറയേണ്ടി വരുന്നത്. അല്പം വിസ്താര ഭയം ഉണ്ടെങ്കിൽ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ രീതിശാസ്ത്രത്തിന്റെ കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. വളരെ കൃത്യമായി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 2021 മുതൽ തുടങ്ങിയതാണ് രീതിശാസ്ത്രത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഈ എൻ്റെ അധ്യാപകരും നമുക്കൊക്കെ പല ഘട്ടങ്ങളിൽ ഉപദേശങ്ങൾ തന്നവരുമാണ് ഈ വിദഗ്ധരായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾ. ഞാൻ അവരെ ഒരിക്കലും ആക്ഷേപിക്കില്ല. അവർക്ക് സ്വാഭാവികമായ സംശയങ്ങളുണ്ടാവാം. അത് വ്യക്തത വരുത്തി കൊടുക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എം പി രാജേഷ് ഒരു പരിധിവരെ അതിൽ വ്യക്തത വരുത്തി കൊടുത്തു. AY കാർഡിലുള്ളവരാണോ ഈ ഉൾപ്പെട്ടിരിക്കുന്നത്? അല്ല. AY കാർഡ് കിട്ടാത്ത ആളുകളും ഇനി AY കാർഡ് കിട്ടിയ ആളുകളിൽ തന്നെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളും ഈ അതിദാരിദ്ര്യ പട്ടികയിൽ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഈ തീവ്ര ക്ലേശ ഘടകങ്ങളെക്കുറിച്ചും ഈ മാനകങ്ങളെക്കുറിച്ചും പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ ഈ കിലയുടെ പുസ്തകം ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അത് വായിച്ചിരുന്നെങ്കിൽ ഈ സംശയം ഉണ്ടാവില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര പദ്ധതി ഇല്ലാതാകുമോ? ഇല്ല, അങ്ങനൊരു സംഭവമല്ല. ഇത് യെല്ലോ കാർഡിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റേ അല്ല. ഭക്ഷ്യ സിവിൽ സപ്ലൈസിൻ്റെ യെല്ലോ കാർഡിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റേ അല്ല. അതുകൊണ്ട് തന്നെ നാളെ വന്ന് കേന്ദ്രം ഇത് റദ്ദാക്കുന്നു എന്നുള്ളതല്ല. ഇത് നിങ്ങൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇത് ഉപയോഗിക്കാം. ഇത് കേന്ദ്ര സർക്കാരിന് കൂടി കൊടുക്കുന്നൊരു മോഡലാണ്. നമ്മൾ പല കാര്യങ്ങളിലും മോഡലായി മാറുന്നു എന്നുള്ളത് പോലെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു ഘടകം, ഇതിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിൽ സാധ്യമായി എന്നുള്ളതാണ്. അത്ഭുതപ്പെടുത്തി പിയാസുനിൽ. ഇതിൽ നോക്കൂ, ഒരു ഏതൊക്കെ വകുപ്പുകളാണ്. ഇപ്പോൾ ചില വീടുകളിലേക്ക് പോയാൽ ബാക്കിയെല്ലാം ഉണ്ട്, ആ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പട്ടിണിയിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും KSEB അതിൽ ഇടപെടുന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജലവിഭവ വകുപ്പിൻ്റെ പൈപ്പ് ലൈൻ അവിടെ പോകുന്നില്ല, അവർക്ക് കിലോമീറ്ററുകൾ നടന്ന് വെള്ളമെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ജലവിതരണ വകുപ്പ് അവിടേക്ക് വന്ന് ആ പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. സൊസൈറ്റികളിൽ നിന്ന് ചില പ്രത്യേക സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ഇനി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഭൂമി 28 ഏക്കറാണെന്ന് വിട്ടുകൊടുത്തത്. 28 ഏക്കർ പ്രകാരമാണ് അവർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുത്തത്. അതിൽ പലതും ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിച്ചു. അതൊരു പ്രധാനപ്പെട്ട ഘടകം. പാലിയേറ്റീവ് കെയർ, ആരോഗ്യ വകുപ്പ് ഇതിൽ ഇടപെടുന്നു. അങ്ങനെ എത്ര വകുപ്പുകൾ. റവന്യൂ വകുപ്പ് ഇതിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു. തദ്ദേശ വകുപ്പ് ഇത് പൂർണ്ണമായും ഏകോപിപ്പിച്ച് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അതേപോലെ എല്ലാ വകുപ്പുകളും, ഭക്ഷ്യവകുപ്പ് ഇതിൽ കിറ്റടക്കമുള്ളവ കൊടുക്കുന്നു. പ്രേക്ഷകറിയാമോ, ഈ ഭക്ഷ്യവിതരണ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ് കിറ്റുകൾ കൊടുക്കുകയോ കൂപ്പൺ കൊടുക്കുകയോ ചെയ്തു. അതിലൊരു കൂപ്പണാണ് ആലപ്പുഴയിലുള്ള ഒരു വാർഡ് കൗൺസിൽ അടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറയുന്നില്ല, അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു കൗൺസിൽ, ആ പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അയാൾ അടിച്ചുകൊണ്ട് പോയതാ 500 രൂപയുടെ കൂപ്പൺ. ഇന്നാണ് ആ പാവപ്പെട്ട മനുഷ്യൻ അറിയുന്നത്, ഞാൻ പട്ടിണിയിൽ കഴിയുമ്പോൾ എൻ്റെ പേരിൽ പുറത്തിറങ്ങിയിരുന്ന സിവിൽ സപ്ലൈസിൻ്റെ കൂപ്പൺ എനിക്ക് കിട്ടിയില്ല എന്ന വിവരം അറിയുന്നത്. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ KSRTC ഇൻവോൾവാണ്. ചില റൂട്ടുകളിൽ ഇവർക്ക് കൺസെഷൻ ടിക്കറ്റ് കൊടുത്തു, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ ആളുകൾക്ക്, ഈ അതിദാരിദ്ര്യ പട്ടികയിൽപ്പെട്ടവർക്ക് കൺസെഷൻ കാർഡ് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിവിധ വകുപ്പുകൾ
ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ പട്ടിണിയുള്ള മനുഷ്യരാണോ എന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതുവരെ ഉദ്യോഗസ്ഥന്മാരവിടെ AC റൂമിൽ ഇരുന്നിട്ട് മുൻപിൽ വരുന്ന അപേക്ഷാ ഫോറത്തിൽ പട്ടിണിയാണോ അല്ലയോ എന്ന് നോക്കിയിരുന്ന സ്ഥലത്ത് നിന്നും ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ അടുത്തേക്ക്, ഊരുകളിലേക്ക്, വീടുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇതാണ് ഈ പങ്കാളിത്ത പരിപാടിയിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം. ബാക്കി കണക്കുകൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതൊന്നും 100% ഒന്നും ഒരു കാലത്ത് ഫുൾ പ്രൂഫായി വരില്ല. 96, 99% നിൽക്കും. ഇനി നമ്മൾ കണ്ടെത്തണം, ഓരോ മനുഷ്യരെയും നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അങ്ങനെ വിശക്കുന്ന വയറുമായി നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു കാലം ഉണ്ടാവണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് കാണുന്നു. അതിൽ ഈ പറയുന്ന സംശയങ്ങൾ സ്വാഭാവികമാണ്. ഞാൻ സംശയങ്ങൾ പ്രകടിപ്പിച്ചവരെയും ഞാൻ വിമർശിക്കുന്നില്ല, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രം അതിനെ വിമർശിക്കരുതെന്ന് മാത്രമാണ് എൻ്റെ ടേക്ക്. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ രീതിശാസ്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും ഇതിൻ്റെ എണ്ണത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ സംശയ ദൂരീകരണം കുറച്ചൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയം സുജയ്ക്ക് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്ഥലമല്ലേ? അല്ലല്ല, അഭിപ്രായങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞതിൽ ഡിബേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം പ്രതിപക്ഷം ഉയർത്തിയ മൂന്ന് ചോദ്യങ്ങൾ രീതിശാസ്ത്രം എന്താണ്, AY കാർഡിന് പുറത്താകുമോ, ഇവർ LDF സർക്കാരിന്റെ മാനിഫെസ്റ്റോയിൽ, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. LDF സർക്കാർ മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ ഒരു പഠനം നടന്നിട്ടില്ല. നിലവിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇത്രയും ലക്ഷം ആളുകൾ, 4.5 ലക്ഷത്തോളം അതിദരിദ്രരുണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് 2021 സർക്കാർ വരുന്നത്. മാനിഫെസ്റ്റോ സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഒന്നാണ്. അത് നിലവിലുള്ള കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനുശേഷമാണ് ഈ പഠനം നടക്കുന്നത്, സ്മൃതി. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ് ആ ചോദ്യം. പക്ഷേ അതിനുള്ള മറുപടി അത് സർക്കാർ വരുന്നതിന് മുൻപുള്ളതാണ്. അതിനുശേഷമാണ് ഈ പഠനം നടക്കുന്നത്. അതിനുശേഷമാണ് ഈ വലിയ പ്രോസസ്സായിരുന്നു ഇത് എന്നുള്ളതാണ്. 3.5 വർഷം എടുത്ത് നടന്ന ആ പ്രോസസ്സിനെ നമ്മൾ ചെറുതായി കാണരുത് എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയും എൻ്റെ ആഗ്രഹവും. അപ്പോൾ അപ്രത്യക്ഷരായ എന്ന ചോദ്യത്തിന് പൂർണ്ണമായിട്ടൊന്നും അപ്രത്യക്ഷമാവണമെന്നില്ല. ഇനി അപ്രത്യക്ഷരായി എന്ന് നമ്മൾ പറഞ്ഞാലും നാളെ വേണമെങ്കിൽ ഇവർ പ്രത്യക്ഷരാവാം. നിതാന്തമായ ജാഗ്രത ആവശ്യമുണ്ട്. അത് നമ്മുടെ കൂടി ജാഗ്രത ആവശ്യമുള്ളതെന്നാണ് എൻ്റെ പക്ഷം. Meet the editors.